നബി തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരെ പോലെ വസ്ത്രവിധാനം ചെയ്യുന്ന പെണ്ണും പെണ്ണിനെ പോലെ വസ്ത്രവിധാനം ചെയ്യുന്ന ആണും ശപിക്കപ്പെട്ടവരാണെന്ന്. ചെറുപ്പക്കാരെ, കാതുകളിൽ പിയേഴ്സിംഗ് ചെയ്യുന്നവരുണ്ട്, കാതുകുത്തുന്നവരുണ്ട്. കൈകളിൽ വള കൊണ്ട് നടക്കുന്ന പുരുഷന്മാരെ കാണാൻ കഴിയും. കഴുത്തുകളിൽ ചെയിൻ കൊണ്ട് നടക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരുടെ കൈകളിൽ ചരടോട് ചരട്, എവിടെ നിന്നൊക്കെയോ കിട്ടിയ വളകൾ, ഏതൊക്കെയോ ആഭരണങ്ങൾ, കൈകളിൽ റിങ്ങുകൾ, ഏതോ മതവിശ്വാസികൾ ചെയ്യുന്നത്. ഒരു കാതിന് ഒരു കുത്ത്, കാതിൽ ഇയറിങ് വെക്കുന്ന ചെറുപ്പക്കാർ. ആഭരണമണിയുന്നത് പെണ്ണുങ്ങളുടെ ശീലമാണ്. ആഭരണമണിയുന്നത് പെണ്ണിന്റെ സ്വഭാവമാണ്. പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. പെണ്ണിനെ പോലെ മുടിവെക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ ഒരു ഇന്റർനാഷണൽ യാത്ര ചെയ്താൽ, നമ്മുടെ നഗരം വിട്ട് മറ്റൊരു നഗരത്തിലേക്കൊന്ന് ഫ്ലൈ ചെയ്താൽ, എയർപോർട്ടുകളിൽ, നഗരങ്ങളിൽ, അവിടുത്തെ കഫകളിൽ എത്രയോ പുരുഷന്മാർ പെണ്ണുങ്ങളെ പോലെ ആവാൻ അതുപോലെ വേഷം കെട്ടി നടക്കുന്നത് നമ്മുടെ നാടുകളിൽ സമീപ ഭാവിയിൽ വരില്ലെന്ന് ആര് കണ്ടു? പുരുഷന്മാരെ പോലെ നടക്കുന്ന പെണ്ണുങ്ങളും വേണ്ട, പുരുഷന്മാരുടെ കോലം അവരും കെട്ടണ്ട. ആണും പെണ്ണുമായി അല്ലാഹു പടച്ചത് വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കാനാണ്. ആണിൻ്റേത് പെണ്ണിനും കഴിയില്ല, പെണ്ണിൻ്റേത് ആണിനും കഴിയില്ല. രണ്ടുപേർക്കും നീതിയുക്തമായി അല്ലാഹു ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു. ആണ് പെണ്ണിന്റെ കോലം കെട്ടരുത്, പെണ്ണ് ആണിന്റെ കോലവും കെട്ടരുത്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ അല്ലാഹുവിന്റെ നിയമമാണ്. ഇതിനെ മറികടന്ന് മറുത്തൊരു വാക്ക് പറയാൻ സത്യവിശ്വാസിക്ക് പാടില്ലെന്നാണ് സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ ആയത്ത് പറയുന്നത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഉദ്ധരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നബി തങ്ങളുടെയും അള്ളാഹുവിന്റെയും നിയമമാണ്. എന്റെ പേഴ്സണൽ അഭിപ്രായമല്ല ഈ പറയുന്നത്, അള്ളാഹുവിന്റെ നിയമമാണത്. ലഅനല്ലാഹുൽ വാഷിമത വൽ മുസ്തൗഷിമ. ടാറ്റു വെക്കുന്നവർ, ചെറുപ്പക്കാർക്കറിയാം, നമ്മുടെ ഫുട്ബോൾ കളിക്കാർ ടാറ്റു വെക്കുന്നവരാണ്. സിനിമാ നടന്മാരുടെ കൈകളിൽ, ഷോൾഡറുകളിൽ, പുറത്ത്, കാലിൽ ടാറ്റു കാണും. പച്ച കുത്തുന്ന ഏർപ്പാട് ജാഹിലിയ്യ കാലത്തുണ്ടത്. ലഅനല്ലാഹുൽ വാഷിമത വൽ മുസ്തൗഷിമ. പെണ്ണുങ്ങളിലും ആണുങ്ങളിലും പച്ച കുത്തുന്നവർ, ടാറ്റു കുത്തുന്നവരെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജാഹിലിയത്തിലുള്ള സംഗതിയാണ് മുഅ്മിനെ. അതുകൊണ്ടാണ് 21-ാം നൂറ്റാണ്ട് ആധുനിക ജാഹിലിയത്താണ് എന്ന് നമ്മൾ പറയാൻ കാരണം. ഈ നടക്കുന്നതൊക്കെ ഇസ്ലാമിന്റെ മുമ്പ് പ്രീ ഇസ്ലാമിക് പീരീഡിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ ഇത് പറയുന്നത്. അന്ന് പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്, വിഗ് വെക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന്, ടാറ്റു ചെയ്യുന്നവരുണ്ട്. ലഅനല്ലാഹുൽ വാഷിമത വൽ മുസ്തൗഷിമ. ടാറ്റു ചെയ്യാൻ നിന്നുകൊടുക്കുന്ന പെണ്ണും അത് ചെയ്തു കൊടുക്കുന്നവനും, ചെയ്തു കൊടുക്കുന്ന ആണും, ചെയ്യാൻ ആവശ്യപ്പെടുന്നവനും ഒരുപോലെ ശപിക്കപ്പെട്ടവരാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭംഗിയാണ് നമ്മൾ ആലോചിക്കുന്നത്. മുഅ്മിനത്തുകളും മുഅ്മിനാത്തുകളും ചിന്തിച്ചത് ആത്മീയമായ ഭംഗിയായിരുന്നു.